സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇൻസ്റ്റഗ്രാം വഴി അശ്ലീല മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്ത യുവതിക്ക് യുവാവിന്റെ ക്രൂരമർദ്ദനം. യുവതിയുടെ പരാതിയിൽ കോഴിക്കോട് കൊടുവള്ളി പോലീസ് കേസെടുത്തു. യുവതിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. സമീപവാസിയായ മിർഷാദിനെതിരെയാണ് പരാതി. ഇയാൾ ഒളിവിലെന്നാണ് സൂചന. യുവാവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അറിയിച്ചതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്ന് യുവതി പറയുന്നു. ഒരു 4 വീക്ക് മുമ്പാണ് ഇവർ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. പിന്നെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു പെട്ടെന്നാണ് ഇങ്ങനത്തെ അശ്ലീല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പം തന്നെ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നെയും ഇത് കണ്ടിന്യൂസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇവരൊന്ന് ട്രാപ്പ് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് വട്ടം എൻ്റെ ഫ്രണ്ട്സിന്, ഞാൻ ടൗണിലാണ് പഠിക്കുന്നത്, അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു ഓനെ നല്ലോണം ഒന്ന് കുത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് ടൗണിലേക്ക് ശ്രമിച്ചു, വരാൻ പറ്റുമെന്ന് ശ്രമിച്ചു. പക്ഷേ അവന് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ പിന്നെ വരാൻ നിന്നില്ല. വരാന്ന് പറഞ്ഞു. പക്ഷേ പേടിച്ചിട്ട് പിന്നെ വന്നില്ല. ഈ ഞാൻ ഡെയിലി ഗ്രൗണ്ടിലൂടെയാണ് വരല്. പക്ഷേ അപ്പോൾ വരുമ്പോഴൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട നോട്ടും ചിരിയും, ഇവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ആൾക്കാർ, നോട്ടും ചിരിയും ഇതൊക്കെ ആയി. അപ്പോഴാണ് ഞാൻ എൻ്റെ മാമൻ്റെ അടുത്തും പപ്പൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇവിടെ അമ്മച്ചിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോഴാണ് ഇവർ പറയുന്നത്, കാക്ക പറഞ്ഞു, മാമൻ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ ഉമ്മ ആൾ ഭയങ്കര പാവമാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കേസ് കൊടുക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു. പക്ഷെ വാപ്പ വളരെ മോശമായ രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. കേസ് കൊടുക്കാവൂല, അവൻ അങ്ങനെയാണ്, അവൻ ഇടിക്കേസിൽ പ്രതിയാണ്, ഇപ്പോൾ ഒരു കേസ് ഒത്തുതീർപ്പായിട്ട് വന്നിട്ടായിരുന്നു, അങ്ങനെയാണ് നമ്മളൊന്ന് പേടിപ്പിച്ച് അവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. പക്ഷെ ഇത്രയും ചെയ്തപ്പോഴെങ്കിലും അവൻ എൻ്റെ പിന്നാലെ വരൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പപ്പനെയും ചേർത്ത് കുറച്ച് വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ഫാമിലിനെ, അങ്ങനത്തെ വളരെ വൾഗറായിട്ടുള്ള മെസ്സേജുകളായി പിന്നെ വന്നത്. അത് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഉമ്മക്ക് ആ ഉമ്മയായിട്ടോ അവൻ്റെ ഉമ്മയായിട്ടൊരു സോഫ്റ്റ് കോർണർ വന്നോണ്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അന്ന് ശനിയാഴ്ച വൈകുന്നേരം 5:45 ബസ്സിൽ ഞാൻ നടപ്പോയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഇവൻ്റെ ഫ്രണ്ട് ഉണ്ട്, സുഹേൽ എന്നാണ് പേര്, അവനും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു. എനിക്ക് ഓപ്പണായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു, എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ഇവന് എനിക്ക് എന്താ വേണ്ടത് കാണിച്ചു തരാം, ലൈക്ക് അതുപോലെ ഒരു സംസാരം പറഞ്ഞിട്ട് എൻ്റെ ആദ്യം പിടിച്ചത് കഴുത്തിന് പിടിച്ചതിൽ എൻ്റെ മേലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇന്ത്യയിൽ എൻ്റെ കഴുത്തിന് പിടിച്ച് 3 കുത്തെന്നെ കുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ അവിടെ വീണിട്ടുണ്ട്. എനിക്ക് എണീച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ അവിടെ കിടന്നത്. എനിക്ക് വയ്യ, നല്ല തല കറങ്ങി ഞാൻ അവിടെ വീണുപോയി. പിന്നെ ഇവിടെ വീട്ടിലാരും ഇല്ല. ഇനി ഉമ്മച്ചി താമരശ്ശേരി എൻ്റെ മേമൻ്റെ വീട്ടിൽ പോയതേനി. ഇവിടെ വീട്ടിൽ ഉമ്മേൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഹബിക്ക വൈഫും ഗൾഫിൽ നിന്ന് വന്ന അതിൽ ഇവിടെ വീട്ടിലേക്ക് വന്നേനി. അപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങോട്ട് കയറുമ്പോഴാണ് പോയെന്നൊരു മോൻ വന്നിട്ട് ഞാൻ അവിടെ വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഉമ്മേൻ്റെ അടുത്ത്. അങ്ങനെ ഒരാൾ അടിച്ചിട്ട് വീണ് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പെട്ടെന്ന് ഉമ്മല്ല ഹബിക്കായി വൈഫുമാണ് അവിടെ വന്നത്. അവിടെ വന്നിട്ട് അവിടെ ആംബുലൻസ് വിളിച്ച് ഞാൻ നേരെ താമരശ്ശേരി ആശുപത്രിയിലേക്കും. അവിടെ ഇന്ന് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്തത്. ആസാദ് മുക്കം ചേരുന്നു വിവരങ്ങളുമായി. ആസാദ്, ഇൻസ്റ്റഗ്രാമിലൂടെ തുടർച്ചയായി ശല്യപ്പെടുത്തുന്നു, അത് പരാതിപ്പെട്ടപ്പോൾ ആക്രമണം, വലിയ വേദനയോടുകൂടിയാണ് ഈ യുവതി താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ മിർഷാദ് എവിടെയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പ്രതിയെക്കുറിച്ച് യാതൊരു വിവരം ലഭിച്ചിട്ടില്ല. കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിലെ ഓമശ്ശേരി നടമൽപൊയിൽ സ്വദേശിനിയായ യുവതിയാണ് യുവാവിനെതിരെ പരാതി നൽകിയത്. തുടർച്ചയായി അശ്ലീല മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാം വഴി അയച്ചതാണ് ഈ യുവതി ചോദ്യം ചെയ്യാൻ കാരണമായത്. യുവാവിന്റെ വീട്ടിലെത്തി പരാതി പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് യുവതി പുറത്തുപോയി വരുന്ന സമയത്താണ്, പഠിക്കാൻ പോയി വരുന്ന സമയത്ത് വഴിയിൽ വെച്ചാണ് യുവതിയെ ആക്രമിച്ചത് എന്നാണ് യുവതി പറയുന്നത്. യുവതിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റ യുവതിയെ കണ്ണിന് പരിക്കേൽക്കുകയും യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ആ സമയം തന്നെ കൊടുവള്ളി പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നു.
എന്നാൽ ഈ മിർഷാദിന് ഈ പ്രതിയായ മിർഷാദിന് ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. കൊടുവള്ളി പോലീസ് 341, 323, 324, 354 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇത് ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പ്രതിയെ പോലീസിന് പിടിക്കാനായില്ല എന്നതാണ്. ഈ പ്രതിക്കൊപ്പം സുഹൃത്തുമുണ്ടായിരുന്നു, ആക്രമിക്കുന്ന സമയത്ത് സുഹൃത്തുമുണ്ടായിരുന്നു എന്ന് പറയുന്നു. സുഹൃത്തുക്കളൊപ്പമാണ് ഈ പെൺകുട്ടി, ഈ യുവതി നടന്നു വരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇതിനു മുൻപ് ശല്യപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ മിർഷാദിനെതിരെ അല്ലല്ലോ പോലീസ് കേസെടുക്കേണ്ടത്, ഇയാളുടെ സുഹൃത്തുക്കൾക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകേണ്ടതല്ലേ ആസാദ്? തീർച്ചയായും ഈ കുട്ടിയുടെ മൊഴി പ്രകാരം മിർഷാദിന്റെ സുഹൃത്തുക്കൾക്കെതിരെയും പോലീസ് കേസെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ മിർഷാദിനെതിരെ കേസെടുത്തെങ്കിൽ പോലും മിർഷാദിന് ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നതാണ് വലിയൊരു ഖേദകരമായ സംഭവം. ഒരു യുവതിക്ക് ക്രൂരമായ രീതിയിൽ കണ്ണിനുൾപ്പെടെ മർദ്ദനമേറ്റിട്ടും പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് ഈ വീട്ടുകാരും ഈ യുവതിയും ഇപ്പോൾ പറയുന്നത്. ആസാദ്, ഈ യുവതിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇതിന് മുൻപും മറ്റു പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ? ഒരു സ്ഥിരം ക്രിമിനലാണോ ഈ മിർഷാദ്? ഈ സംഭവത്തിന് ശേഷം യുവതി ഈ യുവാവിന്റെ വീട്ടിലെത്തി പരാതി പറഞ്ഞ സമയത്ത് യുവാവിന്റെ രക്ഷിതാക്കൾ നിലവിൽ മിർഷാദിന് കേസുണ്ടെന്നും ആ കേസ് ഇപ്പോൾ ഒത്തുതീർപ്പായിട്ടേ ഉള്ളൂന്നും ഇനിയൊരു കേസ് കൂടി കൊടുക്കരുത് എന്ന രീതിയിൽ എല്ലാം പറഞ്ഞ് അത് നല്ല രീതിയിൽ പിരിഞ്ഞതിന് ശേഷമാണ് ഈ യുവാവ് വീണ്ടും യുവതിയെ ആക്രമിച്ചത്. നേരത്തെയും ഇത്തരം പോലീസ് കേസുകൾ ഉണ്ട് എന്നാണ് യുവതിയുടെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ആസാദാണ് വിവരങ്ങൾ നൽകിയത്. ആസാദ് സൂചിപ്പിച്ചതനുസരിച്ച് പോലീസ് ഈ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ യുവതിക്കും കുടുംബത്തിനും വലിയ അതൃപ്തിയുണ്ട്. കാരണം ഒരു ആക്രമണമുണ്ടായി, മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെയും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തുടർച്ചയായി ഈ യുവതിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു, അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു. ഇത് പരാതിപ്പെട്ടപ്പോഴാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്.